ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെം ഇൻകം ടാക്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഇത് ജസ്റ്റ് ഒരു റിവിഷൻ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാനിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം എല്ലാം പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇൻകം ടാക്സ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടാക്സ് പെയർ എന്ത് ചെയ്യുക, പേ ചെയ്യുക. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യുക. അതായത് അവർ അറിയുന്നുണ്ടായിരിക്കില്ല അവർ ടാക്സ് അടയ്ക്കുക എന്നുള്ള കാര്യം. പക്ഷേ അവർ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഗുഡ്സിൻ്റെ പ്രൈസിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തും കൊടുക്കുന്നുണ്ടായിരിക്കും, ടാക്സും അടയ്ക്കുന്നുണ്ടായിരിക്കും. അതാണ് ഈ ഇൻഡയറക്റ്റ് ടാക്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിൽ മെയിനായിട്ട് വരുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആണ് കോമ്പോണൻസ് ഓഫ് ദി ഇൻകം ടാക്സ് ലോ. ഓക്കെ, ഇൻകം ടാക്സ് ലോയുടെ കോമ്പോണൻസ് അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ദ ഇൻകം ടാക്സ് ആക്ട് 1961, പിന്നെ ഇൻകം ടാക്സ് റൂൾ 1962, പിന്നെ ദ ഫിനാൻഷ്യൽ ആക്ട് പാസ്ഡ് എവറി ഇയർ, പിന്നെ ജഡ്ജ്മെൻറ്റ് ഓഫ് ദി കോർട്ട് ഓഫ് ലോ, പിന്നെ സർക്കുലേഴ്സ്, ഓർഡേഴ്സ്, നോട്ടിഫിക്കേഷൻസ് ആൻഡ് എക്സിക്യൂട്ടീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പഠിച്ച് വയ്ക്കുക കേട്ടോ. കോമ്പോണൻസ് ഓഫ് ദി ഇൻകം ടാക്സ് ലോ മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ഭാഗമാണ് ഡെഫിനിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. അതായത് the various terms and phrases used to this act have been defined in section 2 of the Income Tax Act 1961. Some of the important terms defined in this act are given below. മേ ബി ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഓരോന്ന് ചോദിച്ചിട്ട് വാട്ട് ഈസ് ഇൻകം എന്ന് ചോദിച്ചിട്ട് അതും വരാം. മേ ബി എസ് എ ആയിട്ടും പ്രതീക്ഷിക്കാം. കാരണം ഇതിൽ കുറേ ടേമുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇൻകം സെക്ഷൻ 2 സബ്സെക്ഷൻ 24 ആണ്. സെക്ഷൻ പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, തെറ്റായ സെക്ഷൻ എഴുതി വെക്കരുത് കേട്ടോ. അപ്പോൾ ഇൻകം എന്ന് പറയുമ്പോൾ എന്താ, ഇൻകം ടാക്സ് ഈ ചാർജ് ഓൺ ദി ടോട്ടൽ ഇൻകം ഓഫ് ആൻ അസസി. അതായത് ഒരു അസസിയുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണ് എന്ത് ചുമത്തുന്നത്, ഇൻകം ടാക്സ് ചുമത്തുന്നത്. അതുപോലെ തന്നെ ഇൻകം എന്ന് പറയുമ്പോൾ എന്താ, മണി ഓർ മണീസ് വർത്ത് റിസീവ്ഡ് ഫ്രം എനി ഡെഫിനിറ്റ് സോഴ്സ് വിത്ത് സെർട്ടൈൻ എമൗണ്ട് ഓഫ് റെഗുലാരിറ്റി. ഇറ്റ് മേ ബി എ പീരിയോഡിക്കൽ റെസിപ്റ്റ്സ് ഫ്രം വൺ ബിസിനസ്, ലാൻഡ്, വർക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. ഓക്കെ, അതായത് ഇൻകം എന്ന് പറയുമ്പോൾ മണി അല്ലെങ്കിൽ മണിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു ഡെഫിനിറ്റ് ആയുള്ള ഒരു സോഴ്സിൽ നിന്നും കൃത്യമായിട്ട് ഒരു എമൗണ്ട് എന്ത് ചെയ്യുക, കിട്ടുക. റിസീവ്ഡ് ഫ്രം എനി ഡെഫിനിറ്റ് സോഴ്സ് വിത്ത് സെർട്ടൈൻ എമൗണ്ട് ഓഫ് റെഗുലാരിറ്റി. ഇറ്റ് മേ ബി എ പീരിയോഡിക്കൽ റെസിപ്റ്റ്. അതായത് മേ ബി ഇത് മന്ത്ലി ആയിരിക്കാം കിട്ടുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആനുവലി ആയിരിക്കാം കിട്ടുന്നുണ്ടായിരിക്കുക. ഇറ്റ് മേ ബി പീരിയോഡിക്കൽ റെസിപ്റ്റ്സ് ഫ്രം വൺസ് ബിസിനസ്. അവരുടെ ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ലാൻഡിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വർക്കിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നോ ആകാം. അതാണ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ ഇൻകത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അതായത് ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ എന്തെങ്കിലും ഒരു പ്രോഫിറ്റോ ഗെയിനോ ഉണ്ടായാൽ അത് ഇൻകത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ഡിവിഡൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്ത്യൻ കമ്പനി ആണെങ്കിലും ഫോറിൻ കമ്പനി ആണെങ്കിലും ഓക്കെ, അവിടുന്ന് നമുക്ക് ഡിവിഡൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഇൻകം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. പിന്നെ വോളണ്ടറി ചാരിറ്റബിൾ റിസീവ്ഡ് ബൈ എ ചാരിറ്റബിൾ റിലീജിയസ് ട്രസ്റ്റ് ഓർ യൂണിവേഴ്സിറ്റി. പിന്നെ വാല്യൂ ഓഫ് പെർക്യൂസൈറ്റ് ഓർ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. അതായത് സാലറിക്ക് പുറമെ അല്ലെങ്കിൽ സാലറിക്ക് പകരമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അതാണത് പറയുന്നത്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻസ്, പിന്നെ വിന്നിങ് ഫ്രം ലോട്ടറി അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. അത്തരത്തിലുള്ള ക്രോസ് വേർഡ് പസിൽസ്, റേസസ് ഇൻക്ലൂഡിങ് ഹോഴ്സ് റേസസ് ആൻഡ് കാർഡ് ഗെയിംസ്, ഗാംബ്ലിങ് ഓർ ബെറ്റിംഗ്, ഇതൊക്കെ ഭാഗമായിട്ട് നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. ഇതൊക്കെ നമ്മൾ ഇൻകത്തിലാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഡീംഡ് ഇൻകം. അപ്പോൾ ഇതിൽ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് പറ്റുന്ന 4-5 പോയിൻറ്റ്സ് പഠിച്ച് വയ്ക്കുക കേട്ടോ. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കുക. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഈ PDF ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുമ്പോൾ എന്താ, അഗ്രികൾച്ചർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം, അതിനെയാണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇന്ത്യയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തടക്കേണ്ടെന്നാണ് പറയുന്നത്, ടാക്സ് അടയ്ക്കേണ്ടെന്നാണ് പറയുന്നത്. അഗ്രികൾച്ചറൽ ഇൻകം ഏൺഡ് ബൈ എ ടാക്സ് പെയർ ഇൻ ഇന്ത്യ ഈസ് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്. അതായത് ഇന്ത്യയിൽ നിന്നാണ് നമുക്ക് അങ്ങനെ ഒരു അഗ്രികൾച്ചറൽ ഇൻകം കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് എനി റെൻറ്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. അതായത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും
ഒരു ഭൂമിയിൽ നിന്ന് നമുക്ക് റെൻ്റായിട്ടോ റവന്യൂ ആയിട്ടോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട എന്നാണ് പറഞ്ഞത്. സിറ്റുവേറ്റ്, അതായത് അത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലായിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ് ബൈ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് ബൈ ഇൻക്ലൂഡിങ് പ്രോസസ്സിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് ഓർ റെൻറ്റ്. അതായത് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് ചെയ്യുന്നത് വഴി ലാൻഡിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. പിന്നെ എനി ഇൻകം ഫ്രം എ ഫാം ഹൗസ് സബ്ജക്റ്റ് ടു സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി, അതായത് ഫാം ഹൗസിൽ നിന്നും എന്തെങ്കിലും ഇൻകം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫാം ഹൗസിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തടയ്ക്കേണ്ടെന്നാണ് പറയുന്നത്, ടാക്സ് അടയ്ക്കേണ്ടെന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ വന്നേക്കാട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പേഴ്സൺസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഇൻഡിവിജ്വൽ, HUF, അതുപോലെ തന്നെ കമ്പനി, പിന്നെ ഫേം, അസോസിയേഷൻ ഓഫ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഒരു നാച്ചുറൽ ഹ്യൂമൻ ബീയിങ്, അത് മേ ബി മൈനർ ആവാം, മേജർ ആവാം, മെയിൽ ആവാം, ഫീമെയിൽ ആകാം. ഓക്കെ. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുമ്പോൾ അത് ഒരു ഹിന്ദു ലോ പ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്ത് പറയുന്നത്, ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ക്രിയേറ്റഡ് ഡ്യൂ ടു ഓപ്പറേഷൻ ഓഫ് ഹിന്ദു ലോ. ഓക്കെ. പിന്നെ അതിൽ കർത്ത, മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നേക്കാം. അതിലെ മാനേജറിനെയാണ് നമ്മൾ കർത്ത എന്ന് പറയുന്നത്, അതിൻ്റെ ബാക്കിയുള്ള മെമ്പേഴ്സിനെയാണ് കോപ്പർസേണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതിൽ നെക്സ്റ്റ് പറയുന്നതാണ് കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2030. അതായത് 2013 കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ കമ്പനീസ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണെ നമ്മൾ എന്ത് പറയുന്നത്, കമ്പനി എന്ന് പറയുന്നത്. പിന്നെ ഫേം എന്ന് പറയുമ്പോൾ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു ഫേം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഇവർക്കൊരു കോമൺ പർപ്പസ് ഉണ്ടായിരിക്കും. ആ ഒരു കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ഒരു കോമൺ ആക്ഷൻസ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ കോമൺ പർപ്പസ് എന്ന് പറയുമ്പോൾ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതായിരിക്കും. ഓക്കെ. പിന്നെ ലോക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, അതുപോലെ തന്നെ ട്രസ്റ്റ്, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റീസ് ഒക്കെയാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിൻ്റെ പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇവരുടേത് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഡിവിജ്വലിൻ്റെതും റെസിഡൻഷ്യൽ നമ്മുടെ HUFൻ്റെതും ഫേമിൻ്റെതും അതുപോലെ തന്നെ കമ്പനീൻ്റെ ഒക്കെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ കാണാനുണ്ട്. ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അസസി എന്ന് പറയുമ്പോൾ എന്താ, എവറി ടാക്സ് പെയർ ഈസ് അസസി എന്നാണ് പറയുക. അതായത് എല്ലാ ടാക്സ് പെയറും എന്താണ്, അസസിയാണ്. ടാക്സ് അടയ്ക്കുന്ന ആൾ, നിങ്ങൾ പോയി ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്, അസസി എന്ന് പറയുന്നത്. ദ ടേം അസസി മീൻസ് എ പേഴ്സൺ ബൈ ഹൂം എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ഈസ് പേബിൾ അണ്ടർ ദിസ് ആക്ട്. അതായത് ഈ ആക്ട് ഇൻകം ടാക്സ് ആക്ട് 1961 അണ്ടറിലോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ലോ പ്രകാരം ഏതെങ്കിലും ഒരു സം ഓഫ് മണി നമ്മൾ പേ ചെയ്യുക. അതാ ദ ടേം അസസി മീൻസ് എ പേഴ്സൺ ബൈ ഹൂം എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ഈസ് പേബിൾ അണ്ടർ ദിസ് ആക്ട്. എവറി ടാക്സ് പെയർ ഈസ് അസസി. അഡീഷണലായിട്ട് എഴുതിക്കൊള്ളൂ കേട്ടോ. അതാണ് അസസി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അസസിയുടെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറൈസ് ഉണ്ട്. നോർമൽ അസസി ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ് അസസി ഉണ്ട്, ഡീംഡ് അസസി ഉണ്ട്, അസസി ഇൻ ഡിഫോൾട്ട്. നോർമൽ അസസി എന്ന് പറയുമ്പോൾ ദ ടേം അസസി ഈസ് കൺസിഡർഡ് ആസ് one who is supposed to pay tax under income tax act with the features stated in the above definitions. അതായത് നിങ്ങൾക്ക് ടാക്സ് വന്നു, നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു 30 ലക്ഷം രൂപ എന്തുണ്ടായിരുന്നു, ഇൻകം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആ 30 ലക്ഷം രൂപയ്ക്ക് ടാക്സ് വന്നു. അപ്പം നിങ്ങൾ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. അപ്പം നിങ്ങൾ പോയി ടാക്സ് അടയ്ക്കണം. അതാണ് നോർമൽ അസസി. ഓക്കെ. പിന്നെ റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറയുമ്പോൾ ദർ മേ ബി എ കേസ് ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് ലയബിൾ ടു പേ ടാക്സ് ഫോർ ദി income or loss incurred by a third party. Such a person is known as representative assessee. അതായത് റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പകരം നിങ്ങളുടെ ടാക്സ് മറ്റൊരാൾ അടയ്ക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്, റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ മക്കൾ മൈനറാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് ഒരിക്കലും ടാക്സ് അടയ്ക്കാൻ കഴിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ പേരിൽ വല്ല വരുമാനമോ വന്ന് ഇൻകം അവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ടാക്സ് അടയ്ക്കുന്നത് മേ ബി നിങ്ങളായിരിക്കും. ഓക്കെ.
അതല്ല നിങ്ങളുടെ റിലേറ്റീവ്സ് വല്ലതും പുറത്താണെന്നുണ്ടെങ്കിൽ, നോൺ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങളായിരിക്കും അവരുടെ ടാക്സ് അടയ്ക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഈ റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറയുന്നത്. എ പേഴ്സൺ ഈസ് ലയബിൾ ടു പേ ടാക്സ് ഫോർ ദി ഇൻകം ഓർ ലോസസ് ഇൻക്വേർഡ് ബൈ എ തേർഡ് പാർട്ടി. ഓക്കെ, such a person is known as representative assessee. Representative comes into picture when the person is liable for tax in a non-resident minor lunatic. ഓക്കെ, അതിലൊക്കെയാണ് ഈ റെപ്രസെൻറ്റേറ്റീവ് അസസിയുടെ റോള് വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഡീംഡ് അസസി. ഡീംഡ് അസസി എന്ന് പറയുമ്പോൾ ആൻ ഇൻഡിവിജ്വൽ മൈറ്റ് ബി അസൈൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പേയിങ് ടാക്സസ് ബൈ ദ ലീഗൽ അതോറിറ്റീസ് ആൻഡ് സച്ച് ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് ഡീംഡ് അസസി. അതായത് അസൈൻ ചെയ്ത് കൊടുക്കുക, അതായത് ടാക്സ് അടയ്ക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അത് നമ്മൾ മറ്റൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അതിനെയാണ് ഡീംഡ് അസസി. അപ്പോൾ ആ ഒരു വ്യക്തിനെ പറയുന്ന പേരാണ് എന്ത്, ഡീംഡ് അസസി എന്ന് പറയുന്നത്. പിന്നെ അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്, അതായത് ഈ ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ്. അതായത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ആ ഒരു നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യാണ്ട് വരുമ്പോഴാണ് അസസി ഇൻ ഡിഫോൾട്ട് ആവുന്നത്. ഹീസ് ഫെയിൽഡ് ടു ഫുൾഫിൽ ഹിസ് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസ്. മനസ്സിലായോ? അതായത് അസസി ഇൻ ഡിഫോൾട്ട് ഈസ് എ പേഴ്സൺ ഹു ഹാസ് ഫെയിൽഡ് ടു ഫുൾഫിൽ ഹിസ് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസ് ആസ് പെർ ദി ഇൻകം ടാക്സ് ആക്ട് സച്ച് ആസ് നോട്ട് പെയ്ഡ് ടാക്സ് ടു ദി ഗവൺമെൻറ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ എവിടെയോ, അതായത് ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ഥാപനത്തിൽ ഒരു 1,00,000 രൂപയാണ് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 1,00,000 രൂപയ്ക്ക് ഒരു മാസം 5,000 രൂപ ടാക്സ് അടയ്ക്കാനുണ്ടെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ 5,000 രൂപ ടാക്സ് അടയ്ക്കാനുണ്ടാകുമ്പോൾ 95,000 രൂപയാണ് നിങ്ങൾക്ക് തരുന്ന സാലറി. ബാക്കി 5,000 രൂപ നമുക്ക് ടാക്സിലോട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എംപ്ലോയർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ 5,000 രൂപ നിങ്ങളുടെ എംപ്ലോയർ അവിടെ പിടിക്കും ടാക്സ് പെയർ ആയിട്ട്. ഓക്കെ, എന്നിട്ട് 95,000 രൂപയായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 5,000 രൂപ നിങ്ങൾ ടാക്സ് അടച്ചു. കാരണം എന്താ, 5,000 രൂപ നിങ്ങൾ ഓൾറെഡി കൊടുത്തില്ലേ. ഇനി അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത് പറയുന്നത്, ആ ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അയാൾ അതിലെന്ത് വരുത്തുക, തെറ്റ് വരുത്തി കഴിഞ്ഞാൽ ഇവിടെ ടാക്സ് അടച്ചിട്ടില്ല, പക്ഷെ നിങ്ങളാണ് ടാക്സ് അടച്ചിട്ടുമുണ്ട്. ഓക്കെ, അതാണ് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. പിന്നെ അസസി ഇൻ ഡിഫോൾട്ട് പറഞ്ഞാൽ മനസ്സിലായില്ല, അതായത് ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ, ആ ഒരു കർത്തവ്യം ചെയ്യുന്നതിൽ ഫെയിലായി പോവുക, അതാണ് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സാണ്? ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ്. എന്നിട്ട് ടാക്സ് ലയബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യുക. മനസ്സിലായോ? Assessment is the process of computation of total income of an assessee in the previous year and the determination of tax liability. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതും എന്നിട്ട് അതിൻ്റെ ബേസിൽ ടാക്സ് അടയ്ക്കുന്നതും ഈ വർഷമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിന് നമ്മൾ പ്രീവിയസ് ഇയർ എന്നും ഈ വർഷത്തിന് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്നും പറയും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് എത്രത്തോളം ടോട്ടൽ ഇൻകം, എത്രത്തോളം ഇൻകം കിട്ടിയിട്ടുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അത് ഫസ്റ്റ്. എന്നിട്ട് നമുക്ക് എത്രത്തോളം ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യുക. അതാണ് എന്ത് പറയുന്നത്, അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ അസസി ഇൻ പ്രീവിയസ് ഇയർ ആൻഡ് ദി ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. അതാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അസസ്മെൻറ്റ് ഇയർ, ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ സാധനം തന്നെ. അസസ്മെൻറ്റ് ഇയർ മീൻസ് ദ പീരിയഡ് ഓഫ് 12 months കമൻസിങ് ഓൺ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവറി ഇയർ ആൻഡ് എൻഡിങ് ഓൺ 31st March നെക്സ്റ്റ് ഇയർ. ഇതൊന്നും എഴുതണമെന്നില്ല കേട്ടോ. അതായത് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ദ ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഈസ് കോൾഡ് അസസ്മെൻറ്റ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിലെ ഇൻകം ആസസ് ചെയ്യുന്ന ആ ഒരു വർഷം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ദ ഫിനാൻഷ്യൽ ഇൻ വിച്ച് ദ ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഈസ് ആസസ്ഡ് ഈസ് കോൾഡ് അസസ്മെൻറ്റ് ഇയർ. പ്രീവിയസ് ഇയറിലെ ഇൻകം ആസസ് ചെയ്യുന്ന ആ ഒരു വർഷത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. എന്നിട്ട് വേണമെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോയിന്റില്ലേ, അസസ്മെൻറ്റ് ഇയർ മീൻസ് ദ പീരിയഡ് ഓഫ് 12 months കമൻസിങ് ഓൺ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ ആൻഡ് എവറി ഇയർ എൻഡിങ് 31st March. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതാം. ആദ്യം നിങ്ങൾ എന്ത് എഴുതണ്ടേ, ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഈസ് ആസസ്ഡ് ഈസ് കോൾഡ് അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയർ മീൻസ് ഓഫ് 12 months കമൻസിങ് ഓൺ ഫസ്റ്റ്, അതും കൂടെ എഴുതാം കേട്ടോ. അതാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ എന്താ, പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ദ ടേം പ്രീവിയസ് ഇയർ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ദി ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ അസസി ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ.
പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം പ്രീവിയസ് ഇയറിൽ കിട്ടിയ ഇൻകത്തിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഇൻകം ടാക്സ് ചുമത്തുന്നുണ്ടായിരിക്കുക ഒരു വ്യക്തിയുടെ മുകളിൽ. ഓക്കെ, പ്രീവിയസ് ഇയർ മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ദി അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുന്നേയുള്ള ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീവിയസ് ഇയറിന്. അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുന്നേയുള്ള ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെയാണ് അതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് മലയാളം പറഞ്ഞുതരാം. അതായത് ഡിഡക്ഷൻസ് 80C to 80U പ്രകാരമുള്ള ഡിഡക്ഷൻസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുന്നേയുള്ള ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. Gross total income means the total income computed in accordance with the provisions of this act before making any deductions under section 18C to 18U. In other words, it is the aggregate of income under all the 5 heads of income after adjusting the set of carry. അതായത് ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ബിഫോർ മേക്കിംഗ് എനി ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 18C to 18U വരെ, അതായത് ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുന്നതിന് മുന്നേയുള്ള ഇൻകത്തിനെയാണ് എന്ത് പറയുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ ആഫ്റ്റർ, അതായത് ആ ഡിഡക്ഷൻസ് എല്ലാം മൈനസ് ചെയ്തതിന് ശേഷം. അതായത് ഇപ്പോൾ നമ്മൾ സാലറിയുടെ കേസിൽ 3 തരത്തിലുള്ള ഡിഡക്ഷൻസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000, പിന്നെ പ്രൊഫഷണൽ ടാക്സ് വരികയാണെങ്കിൽ അത് വരും, പിന്നെ നമ്മൾ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് വരും. ഓക്കെ, ഇതായിരുന്നു സാലറിയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിഡക്ഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിലും ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഡിഡക്ഷൻസ്. അതായത് അതിലും ഉണ്ടായിരുന്നു. ഓക്കെ, സമയം പോകും. അപ്പോൾ അതിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഡിഡക്ഷൻസ് ഒക്കെ മൈനസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടുള്ളതാണ് എന്ത് പറയുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ ഈ ഡിഡക്ഷൻസ് നമ്മൾ മൈനസ് ചെയ്തതിന് ശേഷമുള്ളത്. ഓക്കെ, അതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് മാക്സിമം മാർജിനൽ റേറ്റ്. മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മുകളിൽ മാക്സിമം ചുമത്താവുന്ന ഒരു നികുതിയുണ്ട്. ഓക്കെ, അതായത് അതിൽ കൂടുതൽ, അതായത് ഇപ്പോൾ എനിക്കൊരു 4-5 കോടി, 5 ഒരു 100 കോടി വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 100 കോടി വരുമാനമുള്ള എൻ്റെ മുകളിൽ ചുമത്താവുന്ന മാക്സിമം നികുതി ഉണ്ടായിരിക്കും. എൻ്റെ ഒരു ഓർമ്മയിൽ 43% ആണെന്ന് തോന്നുന്നു, കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത്രയായിരിക്കും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും മാക്സിമം ചുമത്താവുന്ന നികുതി. അതിൽ കൂടുതൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ചുമത്താൻ കഴിയില്ല. അതാണ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് മാക്സിമം മാർജിനൽ റേറ്റ് ഈസ് ദി ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് അറ്റ് എനി ഇൻകം ലെവൽ ഇൻ ദ കേസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ദി ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ദിസ് മീൻസ് ഫോർ ദസ് വിത്ത് ഇൻകം ബിറ്റ്വീൻ rupees 2 crore and 5 crore 39 will be the highest applicable tax rate, and for this income above the 5 crore it will be 42.74, ഏകദേശം 43% തന്നെ. ഓക്കെ, അതാണ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ്. ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് നമ്മൾ ആ ഇക്വേഷൻസ് എഴുതിയാൽ മതി. ആവറേജ് റേറ്റ് ഈക്വൽ ടു ടോട്ടൽ ടാക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് കാഷ്വൽ ഇൻകം. കാഷ്വൽ ഇൻകം എന്ന് പറയുമ്പോൾ എന്താ? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം, നോൺ റിക്കറിങ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് കിട്ടില്ല. അതായത് ഇന്ന് കിട്ടിയെന്ന് വിചാരിച്ച് നാളെ കിട്ടിയെന്ന് വരില്ല. അതായത് അല്ലെങ്കിൽ ഇന്ന് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നാളെ കിട്ടിയില്ല എന്ന് വരില്ല. നാളെ കിട്ടാം, ഇന്ന് കിട്ടാതിരിക്കാം, ഇന്ന് കിട്ടാം, നാളെ കിട്ടാതിരിക്കാം. അങ്ങനെ ലൈക്ക് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ് നോൺ റിക്കറിങ് ഇൻകം ഓർ ഇൻകം റിസീവ്ഡ് കാഷ്വലി ഈസ് കോൾഡ് കാഷ്വൽ ഇൻകം. ഇറ്റ് ഈസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഇൻകം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ക്യാഷ് കിട്ടുന്ന ഇൻകം, അതാണത്. അതായത് ഇപ്പോൾ ലോട്ടറി അടിക്കുന്നത് നമ്മൾ ലോട്ടറി അടിക്കുന്നത് കിട്ടൂല എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ലോട്ടറി എടുക്കുന്നത്. അതുപോലെ തന്നെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ ലോട്ടറി എടുക്കാൻ പറ്റത്തില്ല. അതൊരു ഭാഗ്യമല്ലേ. അതിപ്പോൾ അത് മാത്രമല്ല, ചൂത് കളിച്ചിട്ട് ജയിക്കുക, അതുപോലെ തന്നെ ബെറ്റ് വെച്ചിട്ട് ജയിക്കുക, അങ്ങനെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം, അതിനെയാണ് കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ആക്സിലറേറ്റഡ് ഇൻകം, അതല്ലെങ്കിൽ എക്സംഷൻ ടു ജനറൽ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞു, കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? പ്രീവിയസ് ഇയറിൻ്റെ അസസ്മെൻറ്റ് ഇയറിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയറിൻ്റെ
പ്രീവിയസ് ഇയറിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ടാക്സ് ലയബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്തടയ്ക്കും, ടാക്സ് നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ അടയ്ക്കും. ഓക്കെ, അതായത് കഴിഞ്ഞ വർഷത്തത് ഈ വർഷമാണ് നമ്മൾ അടയ്ക്കുക എന്നാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഓക്കെ, എന്നാൽ ചില കേസിൽ കഴിഞ്ഞ വർഷത്തെ നമുക്ക് കിട്ടിയ ഇൻകം കഴിഞ്ഞ വർഷം തന്നെ അവർ നമ്മുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എത്രത്തോളം ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആ വർഷം തന്നെ നമ്മൾ ടാക്സും അടയ്ക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സംഷൻ ടു ദി ജനറൽ റൂൾ, അതായത് ജനറൽ റൂളിന് എതിരെയുള്ളത്. ഓക്കെ, അതൊന്ന് എക്സംപ്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ഇൻകം എന്നും അതിൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവമാണ് അത് പറയുന്നത്. അതായത് ദ ജനറൽ റൂൾ ഈസ് ദാറ്റ് ദ ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഈസ് ചാർജ്ഡ് ടു ടാക്സ് ഡ്യൂറിങ് ദി അസസ്മെൻറ്റ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ ടാക്സ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അസസ്മെൻറ്റ് ഇയറിലാണ്. അതാണ് ജനറൽ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ എവർ ഇൻ ദ ഫോളോയിങ് കേസസ് അസസി ഈസ് റിക്വയർഡ് ടു പേ ടാക്സസ് ഇൻ ദ സെയിം ഇയർ ഇൻ വിച്ച് ദ ഏൺ ഇൻകം. അതായത് ഇപ്പോൾ ഇനി പറയാനുള്ള കേസുകളിൽ നമ്മൾ അസസി ഇൻകം ഏൺ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ വർഷം തന്നെ നമ്മൾ എന്തടക്കേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കേസുകളാണ് പറയുന്നത്. ഇൻകം ഫ്രം നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. അതായത് ഒരു നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഷിപ്പിംഗ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലോട്ട് വന്നു. എന്നിട്ട് അവർ ബിസിനസ് ചെയ്തിട്ട് അവർ പോവുകയാണ്. ഓക്കെ, അവർ ബിസിനസ് കംപ്ലീറ്റ് ചെയ്തു അവർ പോവുകയാണ്. അപ്പോൾ മേ ബി ഇനി അവർ അടുത്ത വർഷം ഇങ്ങോട്ട് വരുന്നൊന്നും ഒരു ഉറപ്പുമില്ല. ഓക്കെ, അവർ മേ ബി അവിടെ സെറ്റിലായേക്കാം, ഇനി ഇങ്ങോട്ട് വന്നില്ല എന്ന് വരാം. അങ്ങനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് തോന്നുകയാണെങ്കിൽ അവർ പറയും നിങ്ങൾക്ക് ഇത്രത്തോളമാണ് ഇൻകം ഉള്ളത്, അപ്പോൾ നിങ്ങൾ ഇത്രത്തോളം ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതാണ് എന്ത് പറയുന്നത്, ഇൻകം ഫ്രം നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ഇഫ് എ നോൺ റെസിഡൻറ്റ് യൂസസ് എ ഷിപ്പ് ഓൺഡ് ഓർ ചാർജ്ഡ് ബൈ ഹിം ഫോർ ദി carriage on passenger livestock, mail or goods shipped at the port in India, his income from the business will be taxed on the same year of earning and not in the assessment year. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻകം ഓഫ് പേഴ്സൺ ലിവിങ് ഇൻ ഇന്ത്യ. അതായത് ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യയിൽ നിന്ന് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അവർക്ക് ഇങ്ങനെ തോന്നുകയാണ് ഇയാളിനി ഇന്ത്യയിലോട്ട് ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല, അങ്ങനെ അയാൾ ഫാമിലിയും കൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത് എന്നൊക്കെ അവർക്ക് തോന്നുകയാണ്. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ലിവ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി കറൻറ്റ് ഇയർ വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ടു റിട്ടേൺ ഇൻ ഇന്ത്യ. അതായത് തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷയില്ലാണ്ടാണ് അയാൾ പോകുന്നത്. ദ ഇൻകം ഓഫ് സച്ച് പേഴ്സൺ അപ് ടു ദ പ്രോബബിൾ ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ ഓഫ് ദി ഇന്ത്യ ഷുഡ് ബി ടാക്സ് ഇൻ ദ സെയിം. അപ്പോൾ അങ്ങനെ അവർക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇത്രത്തോളം ടാക്സ് ഉണ്ട്, നിങ്ങൾ ഇത്ര രൂപയാണ് ടാക്സ് അടയ്ക്കേണ്ടത് പറഞ്ഞിട്ട് ടാക്സ് അടയ്ക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻകം ഓഫ് പേഴ്സൺ ലൈക്ലി ടു ട്രാൻസ്ഫർ അസറ്റ്സ് ടു അവോയ്ഡ് ടാക്സ്. അതായത് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സൺ അയാളുടെ അസറ്റെല്ലാം മറ്റൊരു വ്യക്തിയിലോട്ട്, ഒരു ഇൻകം ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയിലോട്ട് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ടാക്സ് അവോയ്ഡ് ചെയ്യല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലും എന്ത് ചെയ്യും, നിങ്ങൾ ഇപ്പം തന്നെ ടാക്സ് അടയ്ക്കണം, അടുത്ത വർഷത്തേക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരപ്പം തന്നെ എന്ത് ചെയ്യും, ടാക്സ് അടപ്പിക്കും. പിന്നെ ഇൻകം ഓഫ് എ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്, പ്രൊഫഷൻ ഓർ വെക്കേഷൻ. അതായത് ഈ ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആയാലും അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയാലും മേ ബി ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അവർ അതെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അവർക്കൊരു കൃത്യമുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ലക്ഷ്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയാലും അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആയാലും അവരെന്ത് ചെയ്യും, ആ ഒരു ഗ്രൂപ്പിനെ അവർ പിരിച്ചുവിടും. ഓക്കെ, അപ്പോൾ അതിനിപ്പോൾ 2-3 വർഷമൊന്നും ഉണ്ടാവണമെന്ന് വലിയ ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു ലക്ഷ്യം നേടുന്നത് വരെയല്ലേ ഉള്ളൂ ആ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് അടുത്ത വർഷത്തോട്ട് ഉണ്ടായെങ്കിലല്ലേ. അപ്പോൾ അവർ പറയുന്നത് ഈ വർഷം നേടി നിങ്ങൾ ഈ വർഷം തന്നെ അടുത്ത വർഷങ്ങൾ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്, മരിച്ചു പോകുന്നില്ല കേട്ടോ, ആ ഒരു സംഘടന ഉണ്ടാവുന്ന ഉറപ്പില്ലല്ലോ, അതാണ് പറയുന്നത്. ഓക്കെ, ഇൻകം ഓഫ് എ ഡിസ്കന്യൂഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓർ വൊക്കേഷൻ. ദ ഇൻകം ഓഫ് എ ഡിസ്കന്യൂഡ് ബിസിനസ്, പ്രൊഫഷൻ ഓർ വൊക്കേഷൻ ഫ്രം ദി എക്സ്പയറി ഓഫ് ദി ലാസ്റ്റ് പ്രീവിയസ് ഇയർ അപ് ടു ഡേറ്റ് ഡിസ്കന്യൂഡ് മേ ബി ചാർജ്ഡ് ദ ടാക്സ് ഇൻ ദി സെയിം ഇയർ. അതാണ് എക്സംഷൻ ഓഫ് ദി ജനറൽ റൂൾ ആക്സിലറേറ്റഡ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ആക്സിലറേറ്റഡ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടായിരിക്കും മേ ബി ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഓക്കെ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നു, അതായത് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ പ്രസൻസ് ഇന്ത്യയിൽ
പ്രീവിയസ് ഇയറിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ അസസി ഡിറ്റർമൈൻ ദി സ്കോപ്പ് ഓഫ് ചാർജ്, അതല്ല, അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. എന്താണ്, ഒരു അസസിയുടെ ഫിസിക്കൽ പ്രസൻസ് പ്രീവിയസ് ഇയറിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ അസസി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഹിസ് ഓർ ഹെർ ഫിസിക്കൽ പ്രസൻസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ അയാളുടെ ഫിസിക്കൽ പ്രസൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു അതിനെയാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അതിൽ കുറേ സെക്ഷൻസ് പറയുന്നുണ്ട് കേട്ടോ. സെക്ഷൻസ് എല്ലാം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ HUF ഉണ്ട്, പിന്നെ ഫേം ഉണ്ട്, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, കമ്പനി, അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. റെസിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള ആളാണ്, നോൺ റെസിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ആളാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ആളെ തന്നെ നമ്മൾ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് എന്നും റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഗ്രാഫ് ഓർത്ത് വെക്കണേ. അപ്പോൾ ഈ റെസിഡൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ബേസിക് കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാനില്ല. ഓക്കെ, എന്നാൽ റെസിഡൻറ്റിനെ തന്നെ നമുക്ക് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് എന്നും അതുപോലെ തന്നെ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആയിട്ട് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം, അഡീഷണൽ കണ്ടീഷൻസ് ഏതെങ്കിലും രണ്ടെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അയാൾ എന്താവത്തുള്ളൂ, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ആവത്തുള്ളൂ. അതല്ല, ഏതെങ്കിലും ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്തത്, അഡീഷണൽ കണ്ടീഷൻസ് രണ്ടെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്തല്ല, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് അല്ല, മറിച്ച് അയാൾ എന്താണ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതിൽ ആ ഫസ്റ്റത്തെ ബേസിക് കണ്ടീഷനാണ് എന്ത് പറയുന്നത്, ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ എ ഇയർ ഈസ് 182 days ഓർ മോർ, അതായത് 182 ദിവസമോ അതിൽ കൂടുതലോ ആ ഒരു ഇയറിൽ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ ദി ഇമ്മീഡിയറ്റ്ലി ഫോർ പ്രിസീഡിങ് ഇയർ ഈസ് 365 days ഓർ മോർ ആൻഡ് 60 days ഓർ മോർ ഇൻ ദി റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇയർ. അതായത് തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിലായിട്ട് 365 ദിവസവും അതുപോലെ തന്നെ റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ 60 ദിവസവും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതിലേതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ എന്താണ്, റെസിഡൻ്റ് ആണെന്ന് പറയാം. ഇനി ഓർഡിനറി റെസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ കണ്ടീഷൻസ് രണ്ടെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഈ പറയുന്നത്. ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 out of 10 previous year is immediately preceding the relevant previous year. അതായത് തൊട്ട് മുന്നേയുള്ള 10 വർഷങ്ങളിലായിട്ട് 2 വർഷം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഹി സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 730 days in 7 immediately preceding year. 7 വർഷങ്ങളിലായിട്ട് 730 ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താലും ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താലും അയാൾ എന്താണ്, റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് മാത്രമാണ്. അതല്ല, ബേസിക് കണ്ടീഷൻ മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്തെന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്, ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ് കേട്ടോ, മാറിപ്പോകരുതേ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ 182 days കേസിൽ നമ്മൾ പറഞ്ഞില്ലേ, ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും അതിൽ ഫസ്റ്റത്തെയാണോ 182 days. അതായത് ആ ഒരു വ്യക്തി എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷിപ്പിങ്ങിൽ അങ്ങനെ എന്തെങ്കിലും വേണ്ടിയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ ഷിപ്പിൽ ക്രൂ ആയിട്ടോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടോ ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ബേസിക് കണ്ടീഷൻ അയാൾ നിർബന്ധമായിട്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. മറ്റേത് സാറ്റിസ്ഫൈ ചെയ്താൽ പറ്റില്ല. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഞാനിത് എന്ത് ചെയ്യുന്നില്ല, വിവരിക്കുന്നില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കേസിൽ ബേസിക് കണ്ടീഷൻസ് ഒന്ന് മാത്രമാണ് വരുന്നത്. ബേസിക് കണ്ടീഷൻ 1 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അത്, അതായത് അതും ഇതുപോലെ തന്നെ നോൺ റെസിഡൻറ്റും ഉണ്ട്, ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അതായത് നോൺ റെസിഡൻ്റ് ആവണമെന്ന് പറയുമ്പോൾ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലല്ല, ഔട്ട്സൈഡ് ഇന്ത്യയാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, നോൺ റെസിഡൻ്റ് ആണെന്ന് പറയാം. അതല്ല, ഓർഡിനറി റെസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ
അതിൻ്റെ കർത്തയുണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ അയാൾ എവിടെയായിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. ഇഫ് ദ കർത്ത ഓർ മാനേജർ ഓഫ് റെസിഡൻറ്റ് HUF സാറ്റിസ്ഫൈ ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ്, 2 അഡീഷണൽ കണ്ടീഷൻസ് അയാൾ സാറ്റിസ്ഫൈ ചെയ്താൽ എന്താണ്? അയാൾ ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ്? അതായത് നമ്മൾ ഇന്ത്യയിൽ ആ ഒരു സ്ഥാപനം അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് എവിടെയായിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. അതാണ് HUFൻ്റെ കേസിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് ബേസിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇഫ് ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഈസ് ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. ഓക്കെ, അതാണെങ്കിൽ അയാൾ എന്താണ്? റെസിഡൻ്റ് ആണ്. റെസിഡൻ്റ് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇത് തന്നെയില്ലേ, 10 വർഷത്തിൽ 2 വർഷങ്ങളിലായിട്ട് ഇന്ത്യയിലുണ്ടായിരിക്കണം, 7 വർഷങ്ങളിൽ 730 ദിവസം ഇന്ത്യയിലുണ്ടായിരിക്കണം. അത് തന്നെയാണ് ഈ HUFൻ്റെ കേസിൽ എന്ത് പറയുന്നത്? അഡീഷണൽ കണ്ടീഷൻസ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ കമ്പനിയുടെ കേസാണെങ്കിലും അതുപോലെ തന്നെയാണ് പറയുന്നത്. അതിൻ്റെ കൺട്രോൾ എ കമ്പനി ഈസ് സെറ്റ് ടു ബി നോൺ റെസിഡൻറ്റ് ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ if it is place effective management at any time that year not India. അതായത് ഇന്ത്യക്ക് പുറത്തല്ല അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? അത് നോൺ റെസിഡൻ്റ് ആണ്. അതല്ല റെസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനി സെറ്റ് ടു ബി റെസിഡൻറ്റ് ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ, അതൊരു ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് വരുന്നത് ഇന്ത്യയിലായിരിക്കണം. എന്നാൽ അതെന്താണ്? റെസിഡൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഫേമിൻ്റെ കേസിലും അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിൻ്റെയും കേസിലും പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. മേ ബി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പ്രോബ്ലം ചെയ്തിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാനൊന്നുകൂടെ പറയാം, ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ഏതിനൊക്കെയാണ് ടാക്സ് അടയ്ക്കുന്നത്? അതായത് ഓർഡിനറി, നോട്ട് ഓർഡിനറി, നോൺ റെസിഡൻറ്റ്. ഓക്കെ, ഇത്രയാണല്ലോ ഉള്ളത്. ഓർഡിനറി എന്ന് പറയുമ്പോൾ OR, പിന്നെ നോട്ട് ഓർഡിനറി എന്ന് പറയുമ്പോൾ NOR, നോൺ റെസിഡൻറ്റ് എന്ന് പറയുമ്പോൾ NR. ഓക്കെ, അപ്പോൾ ഇതിന് ഏതിനൊക്കെയാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇന്ത്യയിൽ നിന്നാണ് ഇൻകം കിട്ടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇൻകം കിട്ടിയതായിട്ട് കണക്കാക്കുകയാണ്, അല്ലെങ്കിൽ ആ കിട്ടുന്നത് ഇൻകത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്, അല്ലെങ്കിൽ സോഴ്സ് ഇന്ത്യയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ നമ്മൾ ഓർഡിനറിക്കും നോട്ട് ഓർഡിനറിക്കും നോൺ റെസിഡൻറ്റും നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. മനസ്സിലായോ? അതായത് നമുക്ക് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ 3നും ടാക്സ് അടയ്ക്കണം. അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ റെൻറ്റ് നമുക്ക് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ് കിട്ടുന്നത്, പക്ഷേ ആ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3നും എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. അതാണ് പറയുന്നത്. അതായത് ഇൻകം കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇൻകം കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നായിട്ട് കണക്കാക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് ഇന്ത്യയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് ഇന്ത്യയായിട്ട് കണക്കാക്കുകയാണ്. അങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ 3എണ്ണത്തിന് നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണിത്, ഇൻകം കിട്ടുന്നത് ഇന്ത്യക്ക് പുറത്തുനിന്നാണ്, പക്ഷേ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഓക്കെ, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ബിസിനസ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടുകയാണ്? ഇൻകം കിട്ടുകയാണ്, പക്ഷേ അതിൻ്റെ കൺട്രോൾ വരുന്നത് ഇന്ത്യയിലാണ് എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തടയ്ക്കണം? ഓർഡിനറിക്കും നോട്ട് ഓർഡിനറിക്കും മാത്രം ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, ഇൻകം കിട്ടുന്നത് ഇന്ത്യയിൽ വെളിയിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നല്ല കിട്ടുന്നത്, പക്ഷേ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. മനസ്സിലായോ? പിന്നെ നെക്സ്റ്റ് അപ്പോൾ ആ കേസിൽ ഓർഡിനറിക്കും നോട്ട് ഓർഡിനറിക്കും മാത്രം. അത് പിന്നെ വേറൊരു കേസാണ് എന്ത്? ദുബായിൽ നിന്ന് അല്ല, പുറത്തുനിന്നാണ് എനിക്ക് ഇൻകം കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ദുബായ്, ഓസ്ട്രേലിയ, പാരീസ്, ലൈക്ക് ഏതെങ്കിലും ഒരു കൺട്രിയിൽ നിന്നാണ് എനിക്ക് ഇൻകം കിട്ടുന്നത്. അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് ഇന്ത്യയിലാണ്, പുറത്താണ്. അതായത് ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇൻകം കിട്ടുന്നു, അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നതും ഇന്ത്യക്ക് പുറത്താണ്. അതായത് ദുബായിൽ നിന്നാണ് എനിക്ക് ഇൻകം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ദുബായിലെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്ന ഏതോ ഒരു കമ്പനിയിൽ നിന്ന് ഇൻകം എനിക്ക് കിട്ടുന്നത്. അതായത് ഇന്ത്യയുമായിട്ട് അതിന് ഒരു കണക്ഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഓർഡിനറിക്ക് മാത്രം നമ്മൾ എന്തടച്ചാൽ മതി? ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, പിന്നെ പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന ഇൻകം, അതായത് കുറേ കാലം മുന്നത്തെ ഇൻകം നമുക്ക് ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒന്നിനും ടാക്സ് അടയ്ക്കേണ്ട.
ഇതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് റിവിഷനായിട്ട് തന്നെ എടുത്തു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനി കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ജസ്റ്റ് റിവിഷനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ചെക്കൗട്ട് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണുക കേട്ടോ. താങ്ക് യു.